ഇപ്പോൾ ഇപ്പോൾ ഡെന്നീസിൻ്റെ അനിയനാണ് എന്താ പറയുക സൈക്കോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ക്യാമറ തന്നിട്ട്, എനിക്ക് ക്യാമറയുടെ കണക്ഷൻ തന്നിട്ട് ഞാൻ നോക്കും. അത് തന്നില്ലെങ്കിലും ഇല്ലെങ്കിലും അപ്പോഴും അവർ എന്തെങ്കിലും പ്ലെയിൻ ആക്സിഡൻറ്റിൽ വീണ് ചത്തു, പടോ എന്ന് പറഞ്ഞ് ചത്തു. അപ്പോൾ ആവശ്യമില്ലാണ്ട് അപ്പോൾ അവർ അവിടെ ഇവിടെയും കൊണ്ട് അല്ല ഷാറുഖ് ഖാനല്ല, കോണല്ല, പണ്ടാരമല്ല, മറ്റേതല്ല, സോണല്ല, മൂവല്ല, മാ അല്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഷോർട്ട് ഫോംസ് പറയുന്നത് നിങ്ങളുടെ പേടിത്വരത്വമാണ്. നിങ്ങളുടെ പേടിതുറത്വം, ശോഷിച്ചവസ്ഥ, നിങ്ങളുടെ തലയ്ക്ക് സുഖമില്ലായ്മ. അപ്പോൾ ഞാനങ്ങനെ പറയാറില്ല ആരെക്കുറിച്ചും. അവൻ അങ്ങനെയാണോ, ആരെങ്കിലും തമാശക്ക് ചെറുപ്പത്തിൽ അവന് ആൻറ്റു അനുമന ഷാർക്ക് സാത്താനാണ് പറയുമ്പോൾ ആരെക്കുറിച്ച് പറയണേ അങ്ങനെ ഞാൻ ചോദിക്കാൻ പാടില്ല. എനിക്ക് അതിൻ്റെ ചോദിക്കേണ്ട കാര്യമില്ല. എന്നെക്കുറിച്ച് പറയണതെന്ന് ഞാൻ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. അതുപോലെ ഞാൻ ഭാര്യയും മക്കളായിട്ട് കല്യാണം കഴിച്ച് ഭർത്താവും ഭാര്യയായിട്ട് ജീവിക്കുമായിരിക്കും. അപ്പോഴും പറയും ആൻറ്റു വയല്ലോ അവനല്ല അവനല്ല. നിങ്ങൾ ഈ തലയ്ക്ക് വിവരമില്ലാണ്ട് അരന്ന് കൂട്ടി വാങ്ങണവരാണ്. ഞാൻ പറഞ്ഞത് ശരിയും നിങ്ങൾ പറയുന്നത് തെറ്റും. നിങ്ങൾ പറയാമെന്ന് പറയാം. ശോഷിച്ച അവസ്ഥയിൽ സ്വന്തം വീട്ടാളുടെ തന്തയ്ക്ക് തള്ളയ്ക്ക് ജനിച്ച നിങ്ങൾ ശോഷിച്ച മുസ്ലിംസും ശോഷിച്ച കൂർഖാൻ പോലത്തെ ഹിന്ദുസും മുസ്ലിംസും റോമൻ കാത്തലിക്സും പോലത്തെ വിഡ്ഢികൾ ചെയ്യണ പരിപാടിയല്ല ശോഷിച്ച അവസ്ഥ. അപ്പോൾ അവിടെ ഇവിടെ പറയണേ എന്നെക്കുറിച്ച് പറയണമെന്ന് എനിക്ക് ചിന്തിക്കേണ്ട കാര്യമുണ്ടോ വിഡ്ഢി? അതുകൊണ്ട് എനിക്കൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ചോദിച്ചാലും കാര്യമില്ല. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ നിങ്ങളോട് നേരിട്ടൊന്നും സംസാരിക്കില്ല. നിങ്ങളിതുവരെ എൻ്റെ ചെറുപ്പത്തിൽ ജനിച്ചു ഉയരത്തോറും ആരും അങ്ങനെ പറയാറില്ല, എന്തും പറയാറില്ല. അപ്പോൾ നീ വേണം കണ്ടുപോയി ആ നോട്ടം നോക്കി മതി, അങ്ങനെ പറഞ്ഞാൽ മതി എനിക്ക്. അപ്പം നിങ്ങൾ എന്തിട്ട് വിഡ്ഢികൾ അവിടെ ഇവിടെ പറയുന്നത് നിങ്ങൾ തന്നെ അരുന്ന് കൂട്ടി വാങ്ങാൻ ഹേതുവാകും, കാരണമാവും. എന്താണെന്ന് വെച്ചാൽ ഈ അഹമ്മദാബാദിലൊക്കെ ഉണ്ടാവണ ഈ ജോലിയൊക്കെ ചെയ്യണവരെന്താ പാപികളുടെ പണിയാണ് ജോലി ചെയ്യുന്നത്. മക്കളുണ്ടാക്കുന്നത് തത്രപ്പെട്ട് ജോലി ചെയ്യണവരും പേടിച്ച് പേടിച്ച് ജോലി ചെയ്യണവരും മക്കളുണ്ടാക്കണവരും പിന്നെ വേർപ്പ് എന്താ പറയുക കല്യാണം കഴിക്കണവരൊക്കെ ചെകുത്താൻ വെഡ്ഡികളുടെ സ്വഭാവം. അതാണ് ഞാൻ പറഞ്ഞത്, ജീവനുള്ള ദൈവത്തിൻ്റെ ശുദ്ധമായ സ്വഭാവവും തമ്മിലും ലവ് ഉള്ള സ്വഭാവം തമ്മിലും ചെകുത്താൻ വെഡ്ഡികളുടെ, അതായത് ആണും പെണ്ണുകെട്ട ആണും പെണ്ണും ശിഖണ്ഡികൾ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളുടെ മോഹൻലാൽ പോലത്തെ ഫിസിക്കലി അടിക്കണ ക്യാമറയുടെ മുന്നിൽ കളിക്കണ വിഡ്ഢികൾ അവർക്കൊക്കെ എന്താ പറയുക ഒരു പ്രത്യേക വ്യത്യാസമുണ്ട് ജീവനുള്ള ദൈവത്തിൻ്റെ സ്വഭാവമായിട്ട്. അപ്പോൾ ഇവർ ഈ ജോലി ചെയ്യുന്നതും തത്രപ്പെട്ട് ജോലി ചെയ്യുന്നതാണ് അവർ പേടിച്ചിട്ട്. അതാണ് ഒരു എക്സാമ്പിൾ അഹമ്മദാബാദിൽ നിന്ന് പൊടോ എന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടി ശോഷിച്ച വാക്കുകൾ നാവ് അശുദ്ധിയായിട്ട് എല്ലാം കൂടി ഇറന്നു കൂട്ടി വാങ്ങുന്നത്. അതിന് വലിയ 1 സെക്കൻഡ് സമയം വേണ്ട, 1 മില്ലി സെക്കൻഡ് സമയം വേണ്ട പെട്ടെന്ന് ഇല്ലാണ്ടാവാൻ. അതാണ് മെറ്റീരിയലിസ്റ്റിക് അഹങ്കാരം. മെറ്റീരിയലിസ്റ്റിക് വെഡ്ഡി അഹങ്കാരം വെറുതേക്കാണ്. അതിലൊരു കാര്യമില്ല. മെറ്റീരിയലിസ്റ്റിക് എന്തായിക്കോട്ടെ, ആവശ്യമില്ലാത്ത ഭർത്തൃബന്ധം ഭാര്യബന്ധമായിക്കോട്ടെ, ജോലി തത്രപ്പെട്ട് ചെയ്യണ ജോലി മക്കളുണ്ടാക്കലായിക്കോട്ടെ, മക്കളെ കൊണ്ട് ഇന്നസെൻറ്റ് മക്കളെ കൊണ്ട് വിടുവായുത്തരം പറയിപ്പിച്ച് അവരെ കൊണ്ട് ഭാവിയിലെ ഡ്രഗ് അഡിക്ട്സ് ആക്കുന്നതും ഭാവിയിലെ റോസ്മിയും ഭാവിയിലെ കുഞ്ഞീസും എരന്ന് കുട്ടി വാങ്ങണ ഭാവി അന്തോണിയും ആക്കണ രീതി ആക്കേണ്ടതാണ് പറയണത്. നിങ്ങളുടെ വിഡ്ഢിത്തം മാറ്റാനുള്ള കാര്യങ്ങളാണ് പറയണത്. പക്ഷെ നിങ്ങൾ ആ വിഡ്ഢിത്തം തന്നെ റിപ്പീറ്റ് ചെയ്യണം. ഇപ്പോൾ കോതി പോലെയുള്ളവർ, മോദി എന്ന് പറയാൻ എനിക്ക് സഹതാപമാണ്. അതുകൊണ്ടാണ് കോതി പോലത്തെ വിഡ്ഢികളെ നിങ്ങൾ പക്കത്ത് കയറ്റി വെച്ചൊക്കെയാണ് കുന്ദൂസിൻ്റെ പോലത്തെ. അതിൻ്റെ അടുത്ത് നിൽക്കാനായിട്ട് ഇത്ര ഉയരുണ്ടായിട്ടുണ്ട്. ടൂറിസം മിനിസ്റ്ററായി തീട്ട മിനിസ്റ്റർ ആവാനായിട്ട് കുരേഷ് ഗോപി, അതിൻ്റെ പേര് കേട്ടാലും മതി, ഇത്ര ഉയരുണ്ടായിട്ടും ടൂറിസം മിനിസ്റ്ററായിട്ട് ഞെളിഞ്ഞ് അവിടെ ഇരിക്കുക വിഡ്ഢിയുടെ പോലെ ഈ കയ്യും പുറകിൽ കെട്ടി. അതും ഈ ഗോഷ്ഠികളെ കാണിച്ചിട്ട് ഈ എന്താ പറയുക സിനിമയിൽ ക്യാമറയുടെ മുന്നിൽ ജീവനുള്ള ദൈവം ക്യാമറയുടെ മുന്നിലാണോ എർത്തും ഇതൊക്കെ മാജിക്ക് സൃഷ്ടിച്ചത്? അല്ല. അപ്പോൾ അതിനൊക്കെ ഒരു റെക്കോർഡ് ഉണ്ടാവേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങളെന്താ വെച്ചാണ് ഈ വെഡ്ഡികൾ ചെകുത്താൻ വെഡ്ഡികളുടെ ശോഷിച്ച അവസ്ഥ ആയതുകൊണ്ട് നിങ്ങൾ പറയാം അതിന് ക്യാമറ വെച്ചിട്ട് ഫിസിക്കലി അടിക്കുക, കാലിലോട്ട് കൂബു ആൻ്റണി കാലിലോട്ട് അടിക്കുക, അത് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കൈ അടിക്കും കോപനെ പോലുള്ളവർ. അല്ല അതിൻ്റെ കുട്ടികൾ ശോഷിച്ചൊരു മ്യൂസിക്, അതും ചെകുത്താൻ വെഡ്ഡി റോമൻ കാത്തലിക്സ്, ചെകുത്താൻ വെഡ്ഡി കുന്തോണീസ് പുണ്യാളൻ്റെ മ്യൂസിക്, ഹിന്ദുസിൻ്റെയും മുസ്ലിംസിൻ്റെയും ക്യൂസിക്. അപ്പോൾ അത് കേൾക്കാൻ കുറേ വെഡ്ഡികൾ പോകും. വെഡ്ഡി ജനങ്ങൾക്കാണ് ഇതിൻ്റെ ആവശ്യം. അതുപോലെ തന്നെ ഇതൊക്കെ സാധാരണ ലൈഫിൽ വല്ല ആദിവാസി വിഡ്ഢികൾ ചെയ്തിരുന്നെങ്കിൽ കൊലപാതകവും അടിപിടിയും റേപ്പ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ അയ്യേ പേപ്പറിൽ ന്യൂസ് വായിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ ആ ചെകുത്താൻ വിഡ്ഢികൾ തന്തയുടെയും തള്ളയുടെയും വീട്ടാളുടെ നേച്ചറിന് ഉണ്ടായതുകൊണ്ടാണ് നിങ്ങളങ്ങനെ പറയണത്. അല്ലെങ്കിൽ മോഹൻലാൽ ആ വിഡ്ഢി അവിടെ ശിഖണ്ഡി അവിടെ ചെയ്താൽ നിങ്ങൾ കൈയടിക്കും. മോഹൻലാലിൻ്റെ ഭാര്യ മക്കളായിട്ട് ജീവിക്കണം, അവർ തമ്മിൽ ശരിക്കുള്ള ലൈഫിൽ എന്തെങ്കിലും ഉണ്ടാവുണ്ട ഇല്ല. അപ്പോൾ ചെകുത്താൻ വിഡ്ഢികളാക്കാനായിട്ടുള്ള പരിപാടി ശോഷിച്ച അവസ്ഥയാണ് അവിടെ കാണിക്കണ ക്യാമറയുടെ മുന്നിൽ. അതിലാണ് നിങ്ങൾ കൈയടിക്കണേ. അത് മനസ്സിലാക്കാൻ പറ്റും. കുമ്മൂട്ടിയും കോഹൻലാലും പോലത്തെ വെഡ്ഡികൾ, കുഞ്ചുവാര്യർ പോലത്തെ വെഡ്ഡികൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കണേ. നിങ്ങളെ വെഡ്ഡികളാക്കിക്കൊണ്ടിരിക്കുകയാണ്.
അതുപോലെ ഇപ്പം ഞാനൊരു താളത്തിനനുസരിച്ച് പാടണമെന്നുള്ളൂ. നിങ്ങൾ തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കി. നിങ്ങൾക്ക് എന്ത് സാമ്യത കാണണേ? എൻ്റെ മുന്നിൽ ഞാനിപ്പോൾ സിനിമ നെറ്റ്ഫ്ലിക്സ് തന്നെ മൊബൈലിൽ ലോഡ് ആവുന്നുണ്ടെങ്കിൽ പുതിയ മൊബൈൽ വായിക്കുമ്പോൾ നെറ്റ്ഫ്ലിക്സ് ലോഡായിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ കൂടുതൽ വീഡിയോ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ഈ നെറ്റ്ഫ്ലിക്സ് ഡിലീറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ 5 വർഷമായിട്ട് നിങ്ങൾ 1.5 മണിക്കൂറിൻ്റെ സിനിമ, 2 മണിക്കൂറിൻ്റെ സിനിമ, അനിയന്മാർ 3 മണിക്കൂറിൻ്റെ സിനിമ കാണുമ്പോൾ ഇതിലൊക്കെ ഡൗൺലോഡ് ചെയ്ത് കാണും. ഞാനിത് കാണാറില്ല. 5-6 വർഷമായിട്ട് ഞാൻ കാണാറില്ല. എനിക്ക് സിനിമയോട് താല്പര്യമില്ല എന്നതിൻ്റെ അർത്ഥം. ചെറുപ്പത്തിൽ നമ്മൾ ചൈൽഡ്ഹുഡ് തൊട്ട് ഇങ്ങനെ കണ്ടുവരുന്ന പാട്ടനുസരിച്ച് വരുന്നത് അത് നമുക്കൊരു പ്രതിഫലനം വരാനാണ്. നമ്മൾ ചൈൽഡ്ഹുഡിൽ വളർന്നതനുസരിച്ച് അത് കാണുമ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള മ്യൂസിക് വരുമ്പോഴുള്ള നമുക്കുള്ള ഒരു സംതൃപ്തി കിട്ടുന്നതാണ്. അല്ലാണ്ട് ഇപ്പോഴത്തെ ഈ വക വേസ്റ്റുകൾ കാണാനായിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും ഈ റിപ്പീറ്റ് ചെയ്യണം, നിങ്ങളെ വിഡ്ഢികളാക്കണ വേസ്റ്റുകൾ കാണാനായിട്ട് നിങ്ങൾ നാണാവില്ല. അതുപോലെ നിങ്ങളുടെ കുടുംബം എന്നല്ല പറയണ്ട, നിങ്ങളുടെ വീട്ടിൽ വിടുവായ്ത്തരം പറഞ്ഞിട്ട് നിങ്ങളുടെ കുന്തോണീസ് പുണ്യാളുടെയും കുറിയത്തിൻ്റെയും ഇരിക്കണത് നിങ്ങളുടെ തെറ്റാണ്. ഈ തീട്ടം കൊണ്ടുണ്ടാക്കിയ സിമെൻ്റ് കൊണ്ടുണ്ടാക്കിയ മെറ്റീരിയലിസ്റ്റിക് സാധനങ്ങൾ മാലയിട്ട് പൂജിക്കുന്നത് അത് ജീവനില്ല. മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥിക്കണം, മരിച്ചവരോടല്ല പ്രാർത്ഥിക്കേണ്ടത്. സാക്രിഫൈസ് ചെയ്തത് ആരും അതിന് വിപരീതമായിട്ട് നിങ്ങൾ ചെയ്യണം. സാക്രിഫൈസ് ചെയ്തതോ അതിനെ മാനിക്കുക. അല്ലാണ്ട് കുറിയത്തിനെ വരെ അമ്മ എന്ന് വിളിക്കില്ല, യേശു സ്ത്രീ എന്നാണ് വിളിക്കുക. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക. അപ്പം നിങ്ങളുടെ ഈ ആവശ്യമില്ലാത്ത പുറമേക്കുള്ള ഈ എന്താ പറയുക പുറമോടി കാണിക്കുന്നതൊക്കെ വെറും വെറുതേക്കാന്ന് പറയണേ. അതാണ് ഈ അഹമ്മദാബാദിലും കോതിയുടെ പോലത്തുള്ള സ്ഥലത്ത്, കുരിഷ്കോയുടെ സ്ഥലത്ത് അങ്ങനെയൊക്കെ പെട്ടെന്ന് ഓരോ അപകടങ്ങൾ പെട്ടെന്ന് അങ്ങനെ ഉണ്ടാവുകയാണ്. അങ്ങനെ അവർക്ക് എന്താ പറയുക, ജീവിക്കാൻ ധൈര്യമില്ല. അപ്പോൾ ധൈര്യമില്ലാത്തവർ ആത്മാവില്ലാണ്ടാനും ചാവും. അതാണ് ചെകുത്താൻ വെട്ടികൾ മോഹൻലാൽ പറയുന്നത് ജീവിതത്തിന് അർത്ഥമില്ലാന്ന്. ജീവിതത്തിന് അർത്ഥമില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ധൈര്യമില്ലാത്തതുകൊണ്ടാണ് ക്യാമറയുടെ മുന്നിൽ ഓരോ ഗോഷ്ഠികൾ കാണിക്കണത്. സംസാരിക്കുമ്പോൾ അവരുടെ കുടലിനും കരളിനും തലയ്ക്കും ശ്രദ്ധ ഏൽക്കണ പോലെ സംസാരിക്കാൻ പഠിക്കും. ഇപ്പോൾ ക്യാമറയുടെ കണക്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുമോ നോക്കാം. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നഖത്തിൻ്റെ നെയിൽ പോളിഷ് വിറക്കുക, ആദ്യം കാല് വിറക്കണം മുമ്പ്. പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാമെന്ന് പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൂത്ത കടിഞ്ഞൂല് ഇവനത് ക്യാമറ കണക്ഷൻ കൊടുത്തല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും അപാകത്ത് തോന്നുന്നുണ്ടോ? പക്ഷേ ക്യാമറ കണക്ഷൻ കൊടുക്കാതിരിക്കുന്നത് നിങ്ങൾ അന്നേ പഴയ സമയത്തോട്ടായിരുന്നു കൂട്ടി വാങ്ങുന്നത്. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കും. പിന്നെ എന്നിട്ട് അത് പറയും കൊടുത്തോടെ. അപ്പോൾ ഈ ചുമരുടെ കണക്ഷൻ സിനിമയുടെ ഇതുണ്ട് കൊടുക്കാൻ നിങ്ങൾ തയ്യാറല്ല. ക്യാമറ കണക്ഷൻ തന്നില്ലെങ്കിലും ഉണ്ടെങ്കിലും ക്യാമറയുടെ കണക്ഷൻ ഉണ്ടെങ്കിലും തന്നില്ലെങ്കിലും നിങ്ങൾ അവിടെ ഇവിടെ പറയണം. ഞാൻ എന്ത് ചെയ്യാനാണ്? ഞങ്ങൾ അവിടെ ഇവിടെ വേറെ വല്ല അവരെ കുറിച്ചും പറയണം, അവിടെ കുറിച്ചും പറയണം. വേറെ ഹിന്ദിക്കാരവിടെ നടക്കുന്നുണ്ടോ അവരെ കുറിച്ച് പറയണോ? അപ്പം നിങ്ങളുടെ തനി ശോഷിച്ച അവസ്ഥ, നിങ്ങളുടെ തനി ശോഷിച്ച നാവിൻ്റെ അവസ്ഥയിലാണ്. ആ ഒരു ശോചനീയമായ അവസ്ഥ നിങ്ങൾ തന്നെ പുറത്ത് കാണിച്ച് നിങ്ങൾ തന്നെ ഇറന്ന് കുട്ടി വാങ്ങാണ് അന്നേ തൊട്ട്. അത് നിങ്ങളുടെ പൂർണ്ണ അറിവില്ലാത്ത ധൈര്യമില്ലായ്മയാണ്. പകുതി വെച്ചിട്ട് ഞാൻ ചെറുപ്പം കണ്ടു വളരണ കുട്ടിയാണ്. ആളെ വരുമ്പോഴും എനിക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് വരണത്, ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, വീട്ടിലും ഇതൊക്കെ ചെയ്യുന്നത് ശരിയല്ല മനസ്സിലാക്കിയത് നീങ്ങണം. അതുകൊണ്ട് റോമൻ കാത്തലിക്സ് ഞാൻ ഞാൻ സ്വീകരിച്ചിട്ടില്ലേ. ഞാൻ മനസ്സിലാക്കും എവിടെ ഏത് ദിശയിൽ എന്താ തെറ്റ് നടക്കണമെന്ന് മനസ്സിലാക്കിയിട്ടാണ് നോക്കണം. പക്ഷെ നിങ്ങളെന്താ അത് കണ്ണടച്ച് അങ്ങോട്ട് പൂർണ്ണ അറിവില്ലാണ്ട് അത് കുന്തോണീസ് പുണ്യാളുടെ തീട്ട കൊണ്ടുണ്ടാക്കിയാലും സിമെൻ്റ് കൊണ്ടുണ്ടാക്കിയാലും അത് മാലയിടാണ്. അതിപ്പോൾ ഞാൻ പറഞ്ഞ് വിവരിച്ചോളാം, എനിക്ക് അധികം പറയാനില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ക്യാമറ കണക്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പറയും ബെല്ലടിച്ച് എല്ലാവരും പോവുകയാണെങ്കിൽ ഈ ചെക്കനും ബെല്ലടിച്ച് പോയില്ല. പിന്നെ എന്താ വല്ല സുഖമുള്ള 3ാമത്തെ ഫ്ലോറിൽ. അപ്പോൾ താഴെയുള്ള ക്രിമിയാട്ടൻ്റെ പേര് പറയാൻ എനിക്ക് ഇഷ്ടമല്ലേ പറയട്ടെ. അവൻ്റെ കുണ്ടൻ്റെ മോന്ത ഇത്രയ്ക്കും എളിഞ്ഞ് ആ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ കേൾക്കണം. അതൊക്കെ മുമ്പ് പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറയും ഇപ്പോൾ ഈ 3ാമത്തെ ഫ്ലോറിലാണ്. അപ്പോൾ ഈ ചെക്കൻ എന്താ ഈ വീഡിയോയിൽ നീയല്ലേ ബെല്ലടിച്ച് പോകണേ? അപ്പോൾ നിൻ്റെ അപ്പനെ വിളിച്ച മെൻ്റൽ ഹോസ്പിറ്റലിൽ വിളിച്ച അങ്ങനെ ബെല്ലടിച്ച് പോകണ്ടല്ലോ, അവന് ശരിയാക്കണം, പോലീസ് സ്റ്റേഷൻ വിളിക്കണം. അപ്പോൾ പിന്നെ അവർ പോലീസ് സ്റ്റേഷൻ വിളിപ്പിക്കുമായിരിക്കും. പക്ഷേ താക്കി കൊടുക്കാം, അഞ്ഞ് റിപ്പീറ്റ് ചെയ്യാണ്ട് നോക്കിക്കോളാം. പിന്നെ അവൻ വല്ല ജോലിക്ക് പോയി പഠിപ്പിന് പോയി എന്തെങ്കിലും ചെയ്യും. അപ്പം നമ്മൾ ക്ഷമിക്കണ സ്നേഹമാണ് കാണിക്കേണ്ടത്. മനസ്സിലായി? നമ്മൾ അറിഞ്ഞില്ലെങ്കിലും അതിൽ ക്രൂരത ഉണ്ടാകാൻ പാടില്ല. പക്ഷെ നിങ്ങൾ നേരെ വിപരീത ചെയ്യണേ. അതുകൊണ്ട് തന്നെയാണ് ഓരോ ഘട്ടമായിട്ട് ഞങ്ങൾ അരുന്ന് കൂട്ടി വാങ്ങുന്നത്. ഞാൻ ഈ കാര്യം പറയില്ലേ, കാലിൻ്റെ നെയിൽ പോളിഷിന് നഖം വിറച്ചിട്ടാണ് കാല് വിറയ്ക്കുക നിങ്ങളുടെ. എന്താ വെച്ചാൽ നിങ്ങൾ പൂർണ്ണ അറിവില്ലാത്ത തെറ്റിലൂടെ നീങ്ങണം. ആ തെറ്റിലൂടെ നീങ്ങിയിട്ടാണ് ഒരു മനസ്സിലാക്കുമ്പോൾ പറയുമ്പോഴും ആ ഒരു മന്ദഹാസം കാണിക്കുക. അപ്പം മനസ്സിലാക്കാൻ പഠിക്കുക അതിൽ ക്ഷമിക്കണ സ്നേഹമാണോ എന്താണ്. എന്തെങ്കിലും നമ്മൾ ഒരു എന്താ പച്ചയ്ക്ക് എന്ന് പറഞ്ഞാലും അതിൽ വൃത്തികേട് ചേർക്കാണ്ട് അതിൽ എന്താ പറയുക
ഫാൻറ്റസി എന്നാണ് പറയുന്നത്. അതിലൊരു എന്താ പറയാൻ, അതിൻ്റെ ഇതില്ലാണ്ട് നമ്മളൊരു മന്ദാസം അതിൽ നമ്മളൊരു പൂർണ്ണ ഫ്രാങ്കായിട്ട് സംസാരിക്കുമ്പോൾ അതിൽ നിങ്ങൾ പറഞ്ഞ നമ്മുടെ മാത്രം പലരുടെയും അസുഖങ്ങൾ മാറും. അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള അസുഖങ്ങളുണ്ട്. പൂർണ്ണ അറിവില്ലാത്ത വിഡ്ഢികളുടെ അസുഖം, പിന്നെ തലയ്ക്ക് വിവരമില്ലാത്തുള്ള അസുഖം, എല്ലാ വക അസുഖങ്ങളും മാറുമെന്ന് പറയണേ. അത് തന്നെയാണ് ഏത് രീതിയിലാണ് എന്ത് കിട്ടിയാലും ഏത് സംഭാഷണത്തിൻ്റെ രീതിയിൽ നമ്മൾ അവിടെ ആയിരുന്നു, ഇവിടെ പെട്ടെന്ന് തിരിച്ചു വരണു എന്ന രീതി. അവിടെ നിന്ന് പോയി, അവിടെ നിന്ന് ഒരു ലവറിൻ്റെ ആ സ്ഥലത്ത് പോയി, അത് ആ തിരിച്ചു വരുമ്പോൾ ആ പെട്ടെന്ന് കാര്യങ്ങൾ ക്രാഷ് ആവുന്നത്, എല്ലാം പൊലിഞ്ഞു പോകുന്നത് അതാ. പക്ഷെ ഞാനും ഇപ്പോഴും പറയണം, അതിൽ ആ പ്ലെയിനിൻ്റെ ഉള്ളിൽ ആരും ഇല്ല എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. നിങ്ങൾ വെറും ഒരു വില കുറഞ്ഞ ഒരു പ്ലെയിൻ വേസ്റ്റാക്കിയെന്നാണ് പറയണം, കത്തിച്ച് ഇല്ലാണ്ടാക്കിയെന്ന്. അപ്പോൾ മനസ്സിലാക്കി, വിഡ്ഢികളെ ക്യാമറയുടെ മുന്നിൽ എല്ലാവരും വിഡ്ഢികളാക്കാം, പക്ഷെ എല്ലാവരും വിഡ്ഢികളാകുമെന്ന് വിചാരിക്കേണ്ട. പിന്നെ വേറൊരു കാര്യം, യേശുവിൻ്റെ വരവ് അന്ന് ബൈബിളിൽ എഴുതി വെച്ചാണ് പോലെ ആയതുകൊണ്ട് ഇപ്പം മ്യൂസിക്കിനനുസരിച്ച് വരണം. എന്നുവെച്ചാൽ ആൾക്കാരുടെ ഇടപഴകലനുസരിച്ചിട്ടാണ് അടുത്ത സെക്കൻഡ് കമ്മിങ് വരണതെന്ന് പറഞ്ഞു. അത് പറയാം. ബൈബിളിൽ എഴുതി വെച്ചത് എന്താണ്? 2 കള്ളന്മാരുടെ നടുക്കിൽ ക്രൂശിക്കപ്പെടും, ഇമ്മാനുവൽ എന്നാണ് വിളിക്കപ്പെടുക. യേശു എന്ന് വിളിക്കപ്പെടാന്ന് പറഞ്ഞിട്ടില്ല, അത് ശിഷ്യന്മാരെ എഴുതിക്കണം. അത് മനസ്സിലാക്കാൻ പഠിക്കും. ശിഷ്യന്മാർ മത്തായി മാർക്കോസ് തൊട്ട് എഴുതി വെച്ചിട്ട് തൊട്ടാണ് അവർ പറയുന്നത്. നീ അവരെഴുതി തൊട്ടാണ് നീ അവന് യേശു എന്ന് പേരിടണം. മാലാഖമാരും ഏഞ്ചൽസ് എന്ന് പറയുന്നത് മനുഷ്യർ തന്നെയാണ്. അതിന് വേറെ പറക്കണ പിക്ചേഴ്സൊക്കെ വെക്കുന്നത് അത് അവരുടെ ഒരു ആർട്ടിസ്റ്റിക് മൈൻഡാണ്. അത് വെച്ച് ചിറക് അതിൻ്റെ എന്താ പറയുക, ചിറകടിച്ച് പറന്നു വീരാന്ന് നമ്മൾ പറയില്ലേ, ഒരു ആവരണീയമായി പറയില്ലേ, എന്തായാലും പറയാം. നമ്മളിപ്പോൾ അത് ഫ്രാങ്കായി സംസാരിക്കുക, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക, അടിയേൽപ്പിക്കുക, ആ രീതിയിൽ അതിനാണ് ഏഞ്ചൽസായിട്ട് വർണ്ണിക്കണം. അത് മനുഷ്യർ തന്നെയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പുറത്ത് വൈറ്റ് കോക്കേഷ്യൻ, ഇസ്രായേൽ അല്ലെങ്കിൽ അമേരിക്ക, നോർത്ത് പോളൊക്കെ വരുമ്പോൾ വൈറ്റ് കളറാണ് അതൊക്കെയാണ് ഏഞ്ചൽസിൻ്റെ രൂപം എന്ന് പറയുന്നത്. അവരുടെ കണ്ണും മൂടി. അപ്പോൾ പക്ഷേ നമ്മൾ ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ ചെകുത്താൻ വെഡ്ഡികളുടെ രൂപമുള്ളവരുണ്ട്, പിന്നെ അങ്ങനെയുള്ള. അപ്പോൾ രണ്ടും സാമ്യത വെച്ചാൽ ഏഞ്ചൽസ് ലവ് ചെയ്യണതിന് കുഴപ്പമില്ല, പക്ഷെ അതിൽ അതിക്രമം പാടില്ല. എന്ത് ലവ് ചെയ്താലും അതിക്രമം പാടില്ല എന്ന്, ക്ഷമിക്കണ സ്നേഹമാവണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ അപ്പോൾ അതാണ് യേശുവ തന്നെ പറഞ്ഞാണ് ബൈബിളിൽ. എൻ്റെ ഇസ്രായേൽ മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഞാൻ പറയാം യേശുവയുടെ സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ച് പറയാം. എന്താ യേശു പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ പക്കൽ, പിതാവ് യഹോവ, പക്കൽ ഇല്ലാഹിയുടെ പക്കൽ ഇത്ര കുറേ വാസസ്ഥലമുണ്ട്. അന്ന് ഇസ്രായേൽ മാത്രമേ അവർക്ക് അറിയുള്ളൂ, റോമൻ അടുത്തടുത്തുള്ളവർ, ഗ്രീക്ക്, അതൊക്കെ. പക്ഷേ ആ വാസസ്ഥലത്തിനെ കുറിച്ച് പറയുന്ന സ്ഥലം അവിടെ ഇവിടെ അമേരിക്കയിൽ ഇപ്പോൾ എല്ലാ ജൂയിഷ് യഹൂദിയർ അവിടെ ഇവിടെയും കുറേ സ്ഥലത്ത് സ്കാറ്റേഡ് ആയിട്ട് കുറേ സ്ഥലത്ത് നല്ല സുഖമായിട്ട് താമസിക്കുന്നുണ്ട്, ഇസ്രായേലിൽ മാത്രമല്ല. അപ്പോൾ അതാണ് ടെക്നോളജി വളരെ തോറും പ്ലെയിനും കാര്യങ്ങളൊക്കെ, ടെക്നോളജിയും ടെലികമ്മ്യൂണിക്കേഷനും ട്രാൻസ്പോർട്ടും എല്ലാം കൂടി വളരുമ്പോൾ അതിൻ്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോഴാണ് രാജാവിനെ പോലെ വരണ രീതി വരണമെന്ന് പറഞ്ഞത്. അല്ലാണ്ട് രാജാവിനെ കിരീടണിഞ്ഞ് വരണ രീതിയല്ല പറയണേ. അത് മനസ്സിലാവും. അല്ലാണ്ട് ഇസ്രായേലിൻ്റെ പഴയ ഡ്രസ്സ് ഇട്ടു അതിപ്പോഴും ആരെങ്കിലും അത് മനസ്സിലാക്കാൻ പഠിക്കും. അത് ഭാവനയിൽ ഓരോരുത്തർ വരച്ച് കാണിക്കുന്നതാണ്. ക്രൗൺ ഇട്ട് വരും എന്നല്ല പറയണേ. പിന്നെ വേറെ ഒരു കാര്യം പറഞ്ഞു വന്നത് എന്താ, അപ്പോൾ അങ്ങനെ അനേകം വാസസ്ഥലമുണ്ട് പറയുന്നത് ഈ എർത്തിലുള്ള തന്നെ. ഇനി എർത്തില്ലാണ്ട് ചിലൊരു മൂൺ അല്ലെങ്കിൽ ജുപ്പിറ്റർ അല്ലെങ്കിൽ മാഴ്സ് ലൈഫ് ഉണ്ട്, അതിൻ്റെ ശേഖരം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കണ്ടുപിടിക്കാൻ പോണവർ. അതൊക്കെ പതുക്കെ അത് കുറേ വർഷങ്ങളെടുക്കും കണ്ടുപിടിക്കാൻ. വർഷങ്ങൾ, മില്യൺ ഇയേഴ്സ് കണ്ടുപിടിക്കും. അതിന് പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഈ ഭൂമി അതിനുണ്ടായത് 30 ബില്യൺ ഇയേഴ്സിനേക്കാളും കൂടുതൽ മുമ്പ് ഉണ്ടായതാണ്. അപ്പോൾ നമ്മൾ 6000 വർഷത്തിന് മുമ്പ് ഇസ്രായേൽ ഉണ്ടായി, അതുണ്ടായി. 2000 വർഷം മുമ്പ് യേശു ഉണ്ടായെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതിന് കുറച്ച് കാലയളവ് സമയം. അപ്പോൾ യേശുവ വരണത്. പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളത് ഇതാണ്. പിന്നെ നിങ്ങൾ പറയുന്നത് ഈ റോമൻ കാത്തലിക്സ് മിക്ക കുച്ചന്മാർ വെച്ച് ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള കുർബാന ഒരു ദിവസം 3 എണ്ണം നടക്കുന്നതൊക്കെ വെറും നിങ്ങളുടെ പുറമോടി കാണിക്കുന്നത്. പുറമോടിയിലൊരു കാര്യമില്ല എന്ന് പറയണത്. നിങ്ങൾ തന്തയുടെ തള്ളയുടെ റീട്ടാർഡ് നേച്ചർക്ക് നിങ്ങൾ ശോഷിച്ച അവസ്ഥ കാണിക്കുന്നത്. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, യേശുവയുടെ സെക്കൻഡ് കമ്മിങ് പറഞ്ഞു കള്ളനെ പോലെ വരണമെന്ന് പറഞ്ഞു. എന്താ കള്ളനെ പോലെ തന്നെ വരും എന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ ഈ യുഗത്തിൽ ആരും ഒരു കള്ളൻ വരുന്നത് ആരെങ്കിലും അറിയുമോ? ആരെങ്കിലും അറിയിച്ചിട്ടാണോ വരിക? ക്യാമറ ഉണ്ട്, ആരെങ്കിലും അറിയിക്കാം ഞാൻ ഇങ്ങനെ വരും എന്ന് പറഞ്ഞിട്ടാണോ വരിക? അല്ല,
ആരും അറിയില്ല, ആരും അറിയാനും പോകണില്ലേ. അത് വന്നോ നേരത്തെ തന്നെ വരും, നേരത്തെ തന്നെ വന്ന് ആ സമയത്തിന് എന്തൊക്കെ വെച്ച് നടക്കണം വെച്ച് നടക്കും. പക്ഷെ ആരും അറിയില്ല, ആ സമയത്തിന് നടക്കും, നമ്പർ അനുസരിച്ച് നടക്കും, കാലനുസരിച്ച് നടക്കും, എല്ലാം നടക്കും. പക്ഷെ ആ സമയം കാലമൊന്നും ആരും അറിയാൻ പോകണില്ല. പിന്നെയും പറഞ്ഞു, എന്താ പറഞ്ഞേ, കണ്ടറിയാതിരുന്നിട്ടില്ല, കേട്ടറിയാതിരുന്നിട്ടില്ല, കണ്ടറിയാതിരുന്നിട്ടില്ല, കേട്ടറിയാതിരുന്നിട്ടില്ല, നാവ് അറിയാതിരുന്നിട്ടില്ല. പക്ഷെ എന്തുണ്ടാവുക, പക്ഷെ എന്തുണ്ടാവുക, പക്ഷെ ചില വിഡ്ഢികളത് കണ്ടു പക്ഷെ കണ്ടുവെന്ന് അടിക്കില്ല, പക്ഷെ അരുന്ന് കൂട്ടി വാങ്ങും. കാണാത്ത പോലെ നടക്കും, കാഴ്ചയാത്ത പോലെ നടക്കും. അത് വേറെ കാര്യം. പിന്നെ നിങ്ങൾ ഹാരിസ് എന്നുള്ള പേര് നിങ്ങൾ വേറെ ആർക്കെങ്കിലും ഈ പേര് ഉപയോഗിക്കും, ഡെന്നിസിന്, അല്ലെങ്കിൽ ഗ്ലോറിയയ്ക്ക്, ജോസിന്, ക്ലീഷന്, കുമ്മൂട്ടിക്ക്, മോഹൻലാൽ, ഷാറുഖ് ഖാൻ, ആർക്കെങ്കിലും ഈ പേര് ഉപയോഗിക്കുമോ? ഇല്ല. അത് അതിന് ക്വാളിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് കൊണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് കൊള്ളണില്ലെന്ന് പറയാം, അത് വേറെ കാര്യം. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ, പിന്നെ ഞാൻ പറയുന്നത് അവർ പറഞ്ഞ് അവർ പെടും. അതാണത്. ഞാൻ പറഞ്ഞു ക്യാമറയുടെ മുന്നിലായാലും ക്യാമറയുടെ കണക്ഷൻ എൻ്റെ കയ്യിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ബാക്കിയുള്ളവർ കൊടുക്കുമ്പോൾ മൂത്തവന് കടിഞ്ഞൂല് കൊടുക്കാണ്ട്, അത് നിങ്ങളുടെ തെറ്റാണ്. നിങ്ങളുടെ പൂർണ്ണ അറിവില്ലായ്മ ഉണ്ടെങ്കിൽ പേടിയുണ്ടാവും. പൂർണ്ണ അറിവില്ലായ്മ ഇല്ലാത്ത, ധൈര്യമില്ലാത്ത അവസ്ഥയാണെന്നാണ് നിങ്ങളുടെ. പേടി തുറത്തം. അത് ഞാൻ പച്ചയ്ക്ക് തന്നെ പറയും. പക്ഷെ അതിൽ ഞാൻ കളങ്കം ചേർക്കണില്ലേ, എന്താ പറയണേ. അപ്പോൾ എന്താ പറയണത്, സദ്വാർത്ത എന്താ പറഞ്ഞത്. അപ്പോൾ ഈ നമ്മൾ പറയണ കാര്യം ബാക്കിയുള്ള, ഇപ്പോൾ ഞാൻ ക്യാമറ കണക്ഷൻ എൻ്റെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ പറയും, നിങ്ങളുടെ കുടലിനും, കുടലിനും നെഞ്ചിനും തലയ്ക്കും അടിയേൽപ്പിക്കാൻ, ഏൽക്കണ പോലെ പറയും. അല്ലാണ്ട് ഫിസിക്കലി അടിക്കുന്ന ആണത്തമല്ല എന്ന്. മോഹൻലാൽ ക്യാമറയുടെ മുന്നിൽ കാണിക്കുന്ന പോലെ ജീവനുള്ള ദൈവത്തിൽ ക്യാമറയുടെ മുന്നിൽ ഗോഷ്ടി കാണിക്കേണ്ട ആവശ്യം. ഈ ഗോഷ്ടി കാണിച്ച് തലപ്പക്കത്തിരിക്കുന്ന സുരേഷ് ഗോപിയുടെ പോലെ ആവരുത് നിങ്ങൾ. കൈ പുറകിൽ കെട്ടി ഇത്ര ഉയരം ഉണ്ടായിട്ട് കോതിയുടെ അടുത്ത് കുന്ദൂസിനടുത്ത് അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കും. അപ്പോൾ ഈ എന്താ പറയുക, പിന്നെ എന്താ പറഞ്ഞാൽ അതിൽ. അപ്പോൾ ഞാൻ ഈ ക്യാമറയുടെ കണക്ഷൻ എൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഞാൻ സംസാരിക്കും. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക നോക്കട്ടെ. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കും. ഓരോരോ ഇതിനും വരണ കാര്യങ്ങളിലും അർത്ഥമുണ്ട്. അല്ലാണ്ട് അർത്ഥമില്ലാത്ത കാര്യങ്ങൾ അവിടെ ഇവിടെയും പറഞ്ഞിട്ട് നിങ്ങൾ പല രീതിയിൽ പറയാം. അതിൽ വ്യത്യാസമുണ്ട്. അതിൽ എന്നെ കുറച്ച് വിചാരിക്കണമെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവരും ചിന്തിക്കേണ്ട കാര്യമില്ല. അതിനെക്കുറിച്ച് ചോദിക്കാൻ പോകേണ്ട ആവശ്യമില്ല.